ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നന്ദനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ നമ്മളൊക്കെ പോയ പോലെ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. പുതിയ കൊടയും ബാഗും യൂണിഫോം ഒക്കെ ഇട്ട് കുറച്ച് ഗമയില് മഴയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആശാൻ സ്കൂളിൽ പോകുന്നത്. നല്ല സന്തോഷമുണ്ട്, വളരെ എക്സൈറ്റഡ് ആണ്. എന്നാൽ എന്താണ് സ്കൂളിൽ ഉണ്ടാവാൻ പോവാന്നുള്ളത് ആലോചിച്ചിട്ട് ലേശം പേടിയുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോറി എന്താ നോക്കിയാലോ. When Unnikutan came trotting to the veranda, looking smart in his uniform, Amma was chasing him with a half-finished plate of ഉപ്പുമാവ്. നമ്മുടെ വീട്ടിലൊക്കെ സ്കൂളിൽ പോണ കുട്ടികളുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചിത്രമാണല്ലേ ഇത്. ഭക്ഷണം കഴിക്കാൻ നല്ല മടിയുള്ള ഒരു കുട്ടിയും പിന്നാലെ പ്ലേറ്റും കൊണ്ട് ഓടുന്ന ഒരു അമ്മയുണ്ടാവും. നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. ഉണ്ണിക്കുട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് വരാന്തയിലേക്ക് നല്ല ഗമയില് ചാടി ചാടി വരുന്ന സമയത്ത് ഉണ്ണിക്കുട്ടന്റെ അമ്മ ഉണ്ണിക്കുട്ടനെ ഉപ്മാവ് കഴിപ്പിക്കാനായിട്ട് പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. ഉണ്ണി, കമോൺ ഫിനിഷ് ദിസ് എന്നാണ് പറയണേ. സ്കൂളിൽ പോവാറായി, വേഗം വരൂ, ഇത് അവസാനിപ്പിക്കൂന്നാണ് ഉണ്ണിയുടെ അമ്മ പറയണേ. ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഉള്ളത് പറയാലോ, ഉപ്പുമാവ് ആർക്കാണ് അത്ര ഇഷ്ടം ഉണ്ടാവുക? ഉണ്ണിക്കുട്ടനും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലേ ഉപ്പുമാവ്. സോ അമ്മ ഗേവ് ഹിം എ സ്മോൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. സോ അമ്മ എന്ത് ചെയ്തു? വായിലുള്ളതൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചു. That would wash down the small quantity of ഉപ്പുമാവ് he had kindly consented to eat. കുട്ടികൾക്കൊരു ശീലമുണ്ടല്ലേ, ഭക്ഷണം വായിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് നടക്കണത്. അപ്പോൾ കഴിക്കാൻ സംബന്ധിച്ച ചെറിയൊരളവ് ഉപ്പുമാവ് ഇറങ്ങിപ്പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അമ്മ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചത്. കുട്ടേട്ടൻ was waiting impatiently for him. He had already lifted his school bag off the nail on the wall and hung it on his shoulders. കുട്ടേട്ടനാണെങ്കിൽ, ഉണ്ണിക്കുട്ടന്റെ ചേട്ടനാണെങ്കിൽ കുട്ടേട്ടൻ തീരെ ക്ഷമയില്ല. ആൾ ഓൾറെഡി ചുമരിലെ ആണിമ തൂക്കിയിട്ടുള്ള ബാഗ് എടുത്ത് ഷോൾഡറിലൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ടോൾ ഇനഫ് ടു ഡു ഇറ്റ്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ അത്ര ഉയരമില്ല അത് എടുക്കാൻ വേണ്ടിയിട്ട്. സോ മുത്തശ്ശി took his school bag off the nail and handed it to him. സോ മുത്തശ്ശിയാണ് ഈ ടാസ്ക് ഉണ്ണിക്കുട്ടന് വേണ്ടി ചെയ്തത്. ആണിമെന്ന് ബാഗ് എടുത്ത് ഉണ്ണിക്കുട്ടന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ണിക്കുട്ടൻ placed the bag on a bench, opened it and inspected the contents. ഉണ്ണിക്കുട്ടൻ ബാഗ് കിട്ടിയപ്പോൾ നേരെ ബെഞ്ചിന്റെ മുകളിൽ വെച്ചു. എല്ലാം ഇല്ലേ എന്നൊന്ന് പരിശോധിച്ചു. Yes, his school kit was complete with the Malayalam reader for the first standard and the slate. എന്തൊക്കെയാണ് ഉണ്ണിക്കുട്ടന്റെ ബാഗിൽ ഉണ്ടായിരുന്നത്? മലയാളം റീഡറും പിന്നെ ഒരു സ്ലേറ്റും ആണ് അതിലുണ്ടായിരുന്നത്. This was actually ഉണ്ണിക്കുട്ടൻസ് second slate in less than 2 weeks. ഇത് ശരിക്കും ഉണ്ണിക്കുട്ടന്റെ രണ്ടാമത്തെ സ്ലേറ്റ് ആണ്. 2 ആഴ്ചയായിട്ടുള്ളൂ അതിനുള്ള രണ്ടാമത്തെ സ്ലേറ്റ് ആയി. മിടുക്കനാണ്. The first had slipped from his hand and broken to pieces. സ്വാഭാവികം, ആദ്യത്തെ സ്ലേറ്റ് കയ്യിൽ നിന്ന് പോയി നിലത്ത് വീണ് പൊട്ടി. ഉണ്ണിക്കുട്ടൻ had cried his heart out for a new one. ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് ഓളിട്ട് കരഞ്ഞു, എനിക്ക് പുതിയ സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. When he got it, he was extra careful with it. പക്ഷെ നല്ല കുട്ടിയാണ്. ഒരു വട്ടം അബദ്ധം മനസ്സിലായപ്പോൾ പിന്നീട് വളരെ കെയർഫുൾ ആയിട്ടാണ് ആള് പുതിയ സ്ലേറ്റിനെ കൊണ്ട് നടക്കുന്നത്. It was കുട്ടേട്ടൻ who wrote ഉണ്ണിക്കുട്ടൻസ് നെയിം on the frame of the slate. So കുട്ടേട്ടനാണ് ഉണ്ണിക്കുട്ടന്റെ പേരൊക്കെ സ്ലേറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉണ്ണിക്കുട്ടൻ did not think much of കുട്ടേട്ടൻസ് ഹാൻഡ് റൈറ്റിംഗ്. അത് കൊടുത്തപ്പോൾ ഉണ്ണിക്കുട്ടൻ കുട്ടേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാവുന്നൊന്നും കാര്യമായി ആലോചിച്ചില്ല, അങ്ങോട്ട് കൊടുത്തു എഴുതാൻ. When കുട്ടേട്ടൻ wrote an oo, it looked like someone with a long craning neck. പക്ഷേ സ്ലേറ്റിൽ ഉണ്ണിക്കുട്ടൻ കുട്ടേട്ടൻ എഴുതിയപ്പോൾ അതിലെ ഊ ഇരിക്കുന്നത് കഴുത്ത് നീട്ടി വെച്ച ഒരാളുടെ മാതിരിയായിരുന്നു. It was കുട്ടേട്ടൻ who put a cover to the Malayalam reader. മലയാളം പുസ്തകത്തിന് കവർ ഇട്ട് കൊടുത്തതും നമ്മുടെ കുട്ടേട്ടൻ തന്നെയാണ്. The sheet of brown paper in which the salesman at the textile shop in the market had wrapped Amma's munde and veshti came handy. പുസ്തകം പൊതിയാനുള്ള ബ്രൗൺ പേപ്പർ കിട്ടിയത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് അമ്മയുടെ മുണ്ടും വേഷ്ടിയും വാങ്ങിച്ചപ്പോൾ അതിട്ട് തന്ന കവറിലാണ്. അതെന്തായാലും ഈ അവസരത്തിൽ ഉപയോഗപ്രദമായി. ഉണ്ണിക്കുട്ടൻ ഓപ്പൺ ദ മലയാളം റീഡർ. ഉണ്ണിക്കുട്ടൻ മലയാള പുസ്തകം തന്നെ തുറന്നു നോക്കി. The peacock's feather and the piece of silver paper he had collected lay safely between the pages. സ്ഥിരമായിട്ട് എല്ലാ കുട്ടികളും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു മയിൽപീലിയും മാത്രമല്ല ഒരു സിൽവർ പേപ്പറും വളരെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിന്റെ ഉള്ളിൽ. ഉണ്ണിക്കുട്ടൻ looked at his name written on the slate and scowled a little. ഉണ്ണിക്കുട്ടൻ അപ്പോഴാണ് ഉണ്ണിക്കുട്ടന്റെ പേര് സ്ലേറ്റിൽ എഴുതിയത് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ മുഖം ചൊളിച്ചു. നോട്ട് ഗുഡ്, തീരെ പോരാ, ഒട്ടും ഭംഗിയില്ല കാണാൻ. The name should have been written in English. നെയിം ഇംഗ്ലീഷിലാണ് എഴുതേണ്ടിയിരുന്നത്. കുട്ടേട്ടൻ had written only the initials of his name, PC, in English. അതില് PC എന്നുള്ള ഇനീഷ്യൽ മാത്രമേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കി പേര് ഉണ്ണിക്കുട്ടൻ എന്നുള്ളത് മലയാളത്തിലാണ് എഴുതിയിരിക്കണേ. കുട്ടേട്ടൻ took a small piece of slate pencil from the pocket of his trousers and extended it to ഉണ്ണിക്കുട്ടൻ.
കുട്ടേട്ടൻ വളരെ ഉത്തരവാദിത്തത്തില് പോക്കറ്റിൽ നിന്ന് സ്ലേറ്റ് പെൻസിൽ എടുത്ത് ഉണ്ണിക്കുട്ടന് കൊടുത്തു. ഉണ്ണിക്കുട്ടൻ സ്കൗൾഡ് അഗൈൻ. ഉണ്ണിക്കുട്ടൻ വീണ്ടും മുഖം ചുളിച്ചു. ജസ്റ്റ് എ പീസ് ഓൺ ദ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. ഫസ്റ്റ് ദിവസം തന്നെ ഈ ചെറിയ കഷ്ണം പെൻസിലായിട്ട് ഞാൻ എങ്ങനെയാ പോവാ? സ്ഥിരം കുട്ടികളുടെ പരിപാടിയാണല്ലേ, ഫുൾ പെൻസിൽ, ഫുൾ റബ്ബർ ഒക്കെ വേണം കൊണ്ട് കളയാനായിട്ട്. ഐ വോണ്ട് എ ഫുൾ വൺ, ഉണ്ണിക്കുട്ടൻ ഷൗട്ടഡ്. ഉണ്ണിക്കുട്ടൻ ബഹളം വെച്ചു. എനിക്ക് മുഴുവൻ സ്ലേറ്റ് പെൻസിൽ കിട്ടിയേ മതിയാവൂ, ഈ കുഞ്ഞു കഷ്ണം കൊണ്ടൊന്നും ഞാൻ ഫസ്റ്റ് ഡേ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലാന്ന്. വെൽ, ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്, കുട്ടേട്ടൻ ഫ്ലങ് ദ പീസ് ഓഫ് പെൻസിൽ ടു ദ ഫ്ലോർ ആൻഡ് സ്റ്റാംപ്ഡ് ഓൺ ഇറ്റ്. അപ്പൊ തന്നെ കുട്ടേട്ടൻ വലിയ ആളാണല്ലോ, കുട്ടേട്ടൻ തോന്നാ നിനക്കിത് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ എറിഞ്ഞത് ഒരൊറ്റ ചവിട്ടാണ് ഉണ്ടായത്. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫ്യൂരിയസ്ലി. ഇത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടന് നല്ല ദേഷ്യം വന്നു. കുട്ടേട്ടൻ വാസ് നോട്ട് ദ സെയിം ആഫ്റ്റർ ഹി പാസ്ഡ് ഇൻ ടു ദ 4th സ്റ്റാൻഡേർഡ്. 4ാം ക്ലാസ്സിലായപ്പോൾ ആളാകെ മാറി. ഹി വാസ് ടു പ്രൗഡ് ആൻഡ് റൂഡ്. ആൾക്ക് നല്ല അഹങ്കാരമായി, മാത്രല്ല ഭയങ്കര റൂഡാണ്, തീരെ മര്യാദയില്ല, ഭയങ്കര റഫായിട്ടാണ് പെരുമാറുന്നത്. He was showing off because he had been made the class monitor. എന്താ അത്ര ഗമാന്നാ, ആളിപ്പോ ക്ലാസ് ലീഡർ ആണേ, അപ്പൊ കുറച്ച് ഗമയൊക്കെ ആവാം. I want a full slate pencil, ഉണ്ണിക്കുട്ടൻ whimpered. ബഹളം വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഉണ്ണിക്കുട്ടൻ പിറുപിറുക്കാൻ തുടങ്ങി. എനിക്ക് പുതിയ സ്ലേറ്റ് പെൻസിൽ വേണമെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ, who came out into the veranda, fished out a pencil from the ledge over the door and gave it to ഉണ്ണിക്കുട്ടൻ. ഇത് കേട്ട് അച്ഛൻ വരാന്തയിലേക്ക് വന്നപ്പോ ഡോറിന്റെ മുകളിലുള്ള ഒരു തട്ടുണ്ട്, അവിടെ നിന്ന് ഒരു ഫുൾ സ്ലേറ്റ് പെൻസിൽ ഉണ്ണിക്കുട്ടൻ എടുത്തു കൊടുത്തു. But there was something else that ഉണ്ണിക്കുട്ടൻ wanted. പക്ഷെ ഉണ്ണിക്കുട്ടന് വേറൊരു കാര്യം കൂടെ വേണമായിരുന്നു. He pointed to the ledge under the roof and said, "My sandals." എന്റെ ചെരുപ്പൊന്ന് എടുത്തരുമോ, കാരണം അത് ഉയരത്തായിരിക്കണേ, അപ്പൊ ആ ചെരുപ്പൊന്ന് എടുത്തരുമോ എന്ന് പറഞ്ഞു. It is better to go barefoot, മുത്തശ്ശൻ, who was watching him, said. ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ മുത്തശ്ശൻ പറഞ്ഞു, ചെരുപ്പ് ഇടാണ്ട് പോവാ കുട്ടിയെ നല്ലതെന്ന്. If you walk with it in this rain, you will splash mud all over your clothes. ഈ ചെരുപ്പ് ഇട്ടിട്ട് ഈ മഴത്ത് പോവുകയാണെങ്കിൽ മേല് നിറയെ ചെളിയാവേ ഉള്ളൂ. ഉണ്ണിക്കുട്ടൻ റിയലൈസ്ഡ് മുത്തശ്ശൻ വാസ് റൈറ്റ്. ഉണ്ണിക്കുട്ടന് മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. It was better to walk barefoot when the rain had made puddles on the path. റോഡിൽ നിറയെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, സോ ചെരുപ്പിടാതെ പോവുകയാണ് ഏറ്റവും നല്ലതെന്ന്. It was time for അച്ഛൻ to go to his office. അച്ഛന് ഓഫീസിൽ പോകാൻ സമയമായി. Today he would take ഉണ്ണിക്കുട്ടൻ to the school and get him admitted before going to office. ഇന്ന് അച്ഛനാണ് ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവന്നത്, മാത്രമല്ല അവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കും കൂടെ വേണം. It was drizzling. മഴ ചാറുന്നുണ്ടായിരുന്നു. അച്ഛൻ opened his umbrella. ഉണ്ണിക്കുട്ടൻ opened his baby umbrella too. അച്ഛൻ അച്ഛന്റെ കുട എടുത്തപ്പോ ഉണ്ണിക്കുട്ടന്റെ കുഞ്ഞി കുട എടുത്തു. Come, let's go, said അച്ഛൻ. They walked with slow steps to the school. They were watchful of speeding lorries. Their wheels would roll over puddles and splash water on them. Fortunately, none came. വളരെ പതുക്കെയാണ് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നത്. എന്താ കാര്യം? ആ വഴിയിൽ ഒരുപാട് ലോറികൾ വളരെ സ്പീഡിൽ പോകുന്നുണ്ട്. ആ ലോറികൾ എപ്പോഴും ചെളിവെള്ളം തെറിപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. സോ അവരുടെ മേല് മുഴുവനും വെള്ളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പതുക്കെ അവർ പോകുന്നത്. ഭാഗ്യത്തിന് ഒറ്റ ലോറിയും അവര് പോകുന്ന സമയത്ത് വന്നില്ല. ഉണ്ണിക്കുട്ടൻ was struck by the cries of crows. Why were they making such a noise? He wondered. The rain must have brought down their nests on the trees, he guessed. ഉണ്ണിക്കുട്ടൻ ശ്രദ്ധിച്ചു, കാക്കകളൊക്കെ വളരെയധികം കരയുന്നുണ്ട്. എന്തായിരിക്കും കാക്കകൾ ഇങ്ങനെ കരയുന്നുണ്ടാവുക? അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിച്ചത്. ചിലപ്പോ മഴ പെയ്തപ്പോ അവരുടെ കൂടുകളൊക്കെ നിലത്ത് വീണിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കാക്കകൾ കരയുന്നുണ്ടാവുക. Come on, faster, it's time for the bell. അച്ഛൻ hustled him. ഇങ്ങനെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടക്കുന്ന നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, വരൂ വേ നടക്കൂ, ഇപ്പൊ സ്കൂൾ ബെല്ലടിക്കുംന്ന്. As they entered the school compound, ഉണ്ണിക്കുട്ടൻസ് excitement gave way to nervousness. അത്രയും നേരം വളരെ എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്ന കുട്ടി സ്കൂളിന്റെ പടിയെത്തിയപ്പോ ലേശം പേടിയാവാൻ തുടങ്ങി. Everything was new to him, including the hundreds of children who were making all the noises in the world. എല്ലാം ഉണ്ണിക്കുട്ടന് പുതിയതായിരുന്നു. ആ സ്കൂളിന്റെ അന്തരീക്ഷം പുതിയതായിരുന്നു, അവിടുത്തെ സിസ്റ്റം പുതിയതാണ്. അവിടെ ലോകത്തിലുള്ള എല്ലാ ശബ്ദവും ഉണ്ടാക്കുന്ന 100 കണക്കിന് കുട്ടികളും ഉണ്ണിക്കുട്ടന് പുതിയതാണ്. As they climbed the steps to the veranda, ഉണ്ണിക്കുട്ടൻ saw the vast array of umbrellas. അങ്ങനെ സ്റ്റെപ്പ് കയറി വരാന്തയിൽ എത്തിയപ്പോ വരാന്തയിലാണെങ്കിൽ കുടകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. Some with hook handles hung on the rafters under the roof. ചില കൈയുള്ള കുടകള് കഴുക്കോലുമ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. Open umbrellas, both of cloth and palm leaves, filled up the veranda. വരാന്തയിലാണെങ്കിലോ തുണിയുടെ കുടകളായിക്കോട്ടെ അല്ലെങ്കിൽ ഓലക്കുടകളായിക്കോട്ടെ എല്ലാം അതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്.
There were small puddles of water on the floor. കുടകളിൽ നിന്നൊക്കെ വെള്ളം വാർന്നിട്ട് വരാന്തയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളും ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട്. ആ വെള്ളക്കെട്ട് കണ്ട് ഉണ്ണിക്കുട്ടൻ ആലോചിച്ചു, ആ റോഡിലുള്ള വെള്ളക്കെട്ടുകളെക്കാളും നല്ല ക്ലിയർ ആണ് ഈ വെള്ളം എന്ന്. ഉണ്ണിക്കുട്ടൻ gazed at the iron desk and a rod tied to it hanging from a rafter. അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ശ്രദ്ധിച്ചത് അവിടെ ഒരു അയേൺ ഡിസ്ക് ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഒരു ഇരുമ്പിന്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്, അതാണെങ്കിൽ കഴുക്കോലിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അച്ഛൻ നോട്ടീസ്ഡ് ഉണ്ണിക്കുട്ടൻസ് ലുക്ക് ആൻഡ് സെഡ് ദാറ്റ് ഈസ് ദ സ്കൂൾ ബെൽ. ഉണ്ണിക്കുട്ടന്റെ സംശയം മുഖത്തുനിന്ന് വായിച്ചെടുത്ത് അച്ഛൻ പറഞ്ഞു, ഇതാണ് സ്കൂൾ ബെൽ എന്ന്. ഓ, സോ ദിസ് വാസ് ദ ബെൽ അച്ഛൻ വാസ് ടോക്കിംഗ് അബൌട്ട്. അപ്പോഴാണ് ഉണ്ണിക്കുട്ടന് മനസ്സിലായത്, ഓ ഇതാണ് അച്ഛൻ നേരത്തെ അടിക്കും എന്ന് പറഞ്ഞ ബെല്ല് എന്ന്. A man with graying hair came out of one of the rooms. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നിരീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു റൂമിൽ നിന്ന് തല നരച്ച ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നത്. He shook hands with Achan. He then led ഉണ്ണിക്കുട്ടൻ and Achan to a room in the middle of the veranda. അച്ഛന് കൈ കൊടുത്തതിന് ശേഷം അദ്ദേഹം വരാന്തയുടെ സെൻട്രൽ ആയിട്ടുള്ള ഒരു റൂമിലേക്ക് അവരെ വിളിച്ചുകൊണ്ടുപോയി. ഹി ഈസ് ദ ഹെഡ് മാസ്റ്റർ, അച്ഛൻ വിസ്പേർഡ് ടു ഉണ്ണിക്കുട്ടൻ ആസ് ദേ എന്റർഡ് ദ റൂം. ആ റൂമിലേക്ക് കടക്കുന്നതോടുകൂടെ പതുക്കെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്ന്. The headmaster and Achan sat on the chair across the table. Unnikutan stood leaning against the arm of the chair Achan sat on. അച്ഛനും ഹെഡ് മാസ്റ്ററും കസേരയിൽ ഇരുന്നു. ഉണ്ണിക്കുട്ടനാണെങ്കിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കൈമേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹെഡ് മാസ്റ്റർ ബീംഡ് അറ്റ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടന്റെ മുഖത്തേക്കിട്ട് ഹെഡ് മാസ്റ്റർ ചിരിച്ചു. ഹലോ യങ് മാൻ, യുവർ നെയിം പ്ലീസ്. എന്താ കുട്ടിയുടെ പേര് എന്നാണ് ചോദിച്ചേ. PC ഉണ്ണിക്കുട്ടൻ. ദ ഹെഡ് മാസ്റ്റർ laughed. Wonderful, so you know your initials too. പറഞ്ഞു, ഓ മിടുക്കനാണല്ലോ, കുട്ടിക്ക് കുട്ടിയുടെ ഇനിഷ്യലൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞു. The headmaster opened the register and wrote ഉണ്ണിക്കുട്ടൻസ് name in it. രജിസ്റ്റർ തുറന്ന് ഹെഡ് മാസ്റ്റർ ഉണ്ണിക്കുട്ടന്റെ പേരും അതിലെഴുതി. ഉണ്ണിക്കുട്ടൻ looked out through the window curiously at children playing in the schoolyard as headmaster and Achan chatted. ഹെഡ് മാസ്റ്ററും അച്ഛനും സംസാരിക്കുന്ന സമയത്ത് സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ജനാലയിൽ ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ടിങ് ടിങ്, ദ റിംഗിങ് ഓഫ് ദ സ്കൂൾ ബെൽ സ്റ്റാർട്ടൽഡ് ഉണ്ണിക്കുട്ടൻ. അങ്ങനെ അവരെ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബെല്ലടിച്ചത്. അപ്പോൾ അവൾ ആകെ ഞെട്ടി. അച്ഛൻ got up hurriedly. Thank you sir, good day, he said to the headmaster. അപ്പൊ തന്നെ അച്ഛൻ വേഗം തിടുക്കം പിടിച്ച് എഴുന്നേറ്റു. എന്നിട്ട് ഹെഡ് മാസ്റ്ററോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് ചെയ്യുന്നത്. അച്ഛൻ took him to our classroom which was already full of novices like ഉണ്ണിക്കുട്ടൻ. അച്ഛൻ അതിനുശേഷം ഉണ്ണിക്കുട്ടനെ ക്ലാസ്സിലാക്കാൻ പോവാണ്. ആ ക്ലാസ്സിൽ ഓൾറെഡി പുതിയ കുട്ടികളാൽ നിറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ pointed to the teacher. She is Radha teacher. She will be your class teacher. അച്ഛൻ ഒരു ടീച്ചറെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് രാധ ടീച്ചർ, ഇതാണ് കുട്ടിയുടെ ക്ലാസ് ടീച്ചർ എന്ന്. രാധ ടീച്ചർ saw them and came out. Come on, she took ഉണ്ണിക്കുട്ടൻസ് hand and led him into the classroom. രാധ ടീച്ചർ കുട്ടിയുടെ കൈയും പിടിച്ച് പുതിയ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. Look here children, Radha teacher spoke to ഉണ്ണിക്കുട്ടൻസ് classmates. You have a new friend. He is ഉണ്ണിക്കുട്ടൻ. രാധ ടീച്ചർ ഉണ്ണിക്കുട്ടനെ ആ ക്ലാസ് മുഴുവനായിട്ട് പരിചയപ്പെടുത്താണ്. കുട്ടികളെ ഇവിടേക്ക് നോക്കൂ, ഇതാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ, അവന്റെ പേരാണ് ഉണ്ണിക്കുട്ടൻ. For a moment, ഉണ്ണിക്കുട്ടൻ became the center of attraction in the classroom. ഒരു നിമിഷത്തേക്ക് ഉണ്ണിക്കുട്ടനായി ക്ലാസ് റൂമിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ. You can sit over there. രാധ ടീച്ചർ pointed to a bench. ഒരു ബെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് രാധ ടീച്ചർ പറഞ്ഞു, കുട്ടിക്ക് അവിടെ ഇരിക്കാം. ഉണ്ണിക്കുട്ടൻ walked slowly to the bench in the middle row and sat down. ഉണ്ണിക്കുട്ടൻ ആ ബെഞ്ചിന്റെ അവിടേക്ക് പതുക്കെ നടന്നു പോയിരുന്നു. It was the first day of his life as a student. ഇത് ഉണ്ണിക്കുട്ടന്റെ വിദ്യാർത്ഥിയായിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ കൊണ്ടുവരുന്ന ഒരു കഥയാണല്ലേ ഇത്. നമ്മൾ സ്കൂളിൽ പോയതും മഴ നനഞ്ഞതും ആ ക്ലാസ്സിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു കഥയാണിത്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.